വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു ബ്യൂട്ടി വ്ളോഗാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ എല്ലാ ബ്യൂട്ടി വ്ളോഗിലും ഞാൻ എന്താ കാണിക്കുന്നത്, നമ്മുടെ മുഖം എങ്ങനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാം, അല്ലെ, നമ്മുടെ സ്കിൻ എങ്ങനെ നല്ല കൂടുതൽ മൃദുലമുള്ളതും സോഫ്റ്റ് ആക്കി മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. കൂടുതലും പാടുകളൊന്നും അതായത് ക്ലിയർ സ്കിൻ എങ്ങനെ കിട്ടാം, അതൊക്കെയല്ലേ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മുടെ മുഖം മാത്രം ഭംഗിയാക്കിയാൽ മതിയോ? നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നല്ല ഭംഗിയാക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാലുകൾ എങ്ങനെ അതിസുന്ദരമാക്കാം, അതുപോലെ തന്നെ കാലുകൾ എങ്ങനെ നല്ല പൂ പോലെ മൃദുലമാക്കി നമുക്ക് സൂക്ഷിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എപ്പോഴും പണ്ട് പറയൂലേ, കാല് നോക്കി അറിയാം ഒരാളുടെ വൃത്തിയത്, ശരിയല്ലേ പറയുന്നത്? അപ്പം നമുക്ക് ഒരു മനോഹരമായ ഒരു കാല് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? നല്ല വൃത്തിയുള്ള നല്ല മനോഹരമായ രീതിയിൽ നല്ല പഞ്ഞി പോലെ നമ്മുടെ കാൽപാദങ്ങൾ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക്. അതായത് നമ്മുടെ കാലുകൾ എങ്ങനെ പൂ പോലെ മൃദുലമാക്കി സൂക്ഷിക്കാം. ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി. വീഡിയോയിലേക്ക് പോയാലോ? വരൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് നമുക്ക് ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ കാല് നല്ല പഞ്ഞി പോലെ ആവാനായിട്ട്, ഇല്ലേ? ആ ഇൻഗ്രീഡിയൻ്റെ പേരാണ് സെറീന. കണ്ടോ? ഇത് ഞാനൊരു സ്കിൻ ഡോക്ടറെ ചെന്ന് കണ്ട് കാലിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല മനോഹരമായി കാലുകൾ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ കാല് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി നല്ല നീറ്റാക്കി കൊണ്ടുവന്ന ശേഷമാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേര് XERINA, ഇതാണ് കേട്ടോ പേര്. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടുമല്ലോ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ്, നല്ലൊരു ക്രീമാണ് കേട്ടോ. നമ്മൾ സാധാരണ കാലൊക്കെ നല്ലപോലെ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം കാല് നന്നായിട്ട് ഒരു ടർക്കി പോലെ ഒപ്പിയെടുത്ത ശേഷം നമ്മൾ ശരിക്കും രാത്രി കിടക്കുമ്പോൾ ഒരു വാസ്ലിൻ നമ്മുടെ ഉപ്പൂറ്റിയിലൊക്കെ തേച്ച് കഴിഞ്ഞ് സോക്സ് ഇട്ട് കിടന്നാൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാട്ടും ഒരുപടി കൂടുതൽ എഫക്റ്റാണ് സെറീനയ്ക്ക്. നല്ല സ്പോഞ്ച് പോലെയോ നമ്മുടെ കാല് നല്ല മനോഹരമാവും. നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു പാടുകളോ ഒന്നുമില്ലാതെ ഒരു കാലിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടത്, പാദത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വാസ്ലിനും നല്ലത് തന്നെയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ അതിനേക്കാൾ യൂസ് ശരിക്കും പറഞ്ഞതാണ്. ഞാൻ വാസ്ലിനും രണ്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്തതിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ വാസ്ലിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കാല് നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോപ്പിട്ട് നന്നായിട്ട് കാലിൻ്റെ പാദം കഴുകി വിരലിടയിലൊക്കെ സോപ്പ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കാല്. ആദ്യത്തെ പ്രൊസീജിയർ അതാണ്. അത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയാൽ അത്രയും നല്ല കാര്യം. പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാം. ബാത്റൂമിൽ ഒരു ചെറിയൊരു കല്ല് എന്തെങ്കിലും നല്ലതാണ്, അല്ലെങ്കിൽ ടൈല് തന്നെ ഇത്തിരി ഗ്രിപ്പുള്ള ടൈലൊക്കെ ആണെങ്കിൽ നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റി ഉരയ്ക്കാനൊക്കെ നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ഉരയ്ക്കാനായിട്ട് ഉപ്പൂറ്റി ഉരയ്ക്കാനായിട്ട് നല്ല തരത്തിലുള്ള ഉപ്പൂറ്റി ഉരയ്ക്കുന്ന തരത്തിലുള്ള ബ്രഷൊക്കെ കിട്ടുമല്ലോ, അത് വാങ്ങിച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ബ്രഷ് ഉണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ബ്രഷ് ഇട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് ബാത്റൂമിൽ കല്ലുണ്ട്, മീൻസ് ടൈലിങ്ങനെ കുറച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പൂറ്റിയൊക്കെ നല്ല ക്ലീനാക്കി നല്ല ഉരച്ച് നീറ്റാക്കി നമ്മൾ ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ നീറ്റാക്കി ചെയ്യാം. അതിനുശേഷം സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കാല് നല്ല വൃത്തിയാക്കി കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ്, അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതൊരു ടർക്കിയാണ് കേട്ടോ, സാധാ ഒരു ടർക്കി. നമ്മുടെ കാലിനൊരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ സോപ്പിട്ട് കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവന്നേക്കണം, ഉപ്പൂറ്റിയൊക്കെ ക്ലീൻ ചെയ്ത് ഉരച്ച് നീറ്റാക്കി കൊണ്ടുവന്ന കാലാണ് ഫ്രണ്ട്സ്. നമ്മൾ കഴുകി തന്നെ നീറ്റാക്കി കൊണ്ടുവന്നേക്കോണ കാല് സോപ്പൊക്കെ നീറ്റാക്കി കഴുകിയേക്കോണം. എന്നിട്ട് നമ്മൾ ടർക്കി വെച്ച് നന്നായിട്ട് ഒന്ന് ഒപ്പണം കേട്ടോ. കാരണം ഇതിനകത്തേ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും വിരലിൻ്റെ ഇടയിലൊക്കെ. നന്നായിട്ട് ഓരോ വിരലിൻ്റെ ഇടയിലും നന്നായിട്ട് വെള്ളം ഒന്ന് ഒപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതുകൊണ്ട് ടർക്കി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വിരലിനിടയിലൊക്കെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തുടച്ചെടുത്തു. ഇനിയിപ്പോൾ അടുത്ത എന്താണ്, നമ്മൾ സാനിറ്റൈസർ. ഞാൻ ഉപയോഗിക്കുന്ന ഡെറ്റോളിൻ്റെ സാനിറ്റൈസറാണ്. ഒരു 2 ഡ്രോപ്പ് ഉപയോഗിച്ചാൽ മതി. ഇപ്പം വെള്ളം ഒട്ടും ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ആക്കാനായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞത് കേട്ടോ. അതായതാണ് ഡെറ്റോളിൻ്റെ സാനിറ്റൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് സാനിറ്റൈസറാണ് യൂസ് ചെയ്യുക കേട്ടോ. വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാലിൽ നീറ്റായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി കൊണ്ടുവന്നേക്കുവാണ്.
പക്ഷേ ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ടേ റോഡിലൊക്കെ ചെളിയും നമ്മൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ കാലിൽ എന്താണെങ്കിലും ചെളിവെള്ളമൊക്കെ നമ്മൾ ചവിട്ടേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത്. മഴക്കാലം അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല, ഇനി ഏത് സാനിറ്റൈസറാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 2 ഡ്രോപ്പ് സാനിറ്റൈസർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കംപ്ലീറ്റ് വിരലിൻ്റെ താഴത്തും എല്ലാം സാനിറ്റൈസർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ കാലൊന്നും മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പുതിയ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അറിയാലോ, ഈ ഭാഗമായിട്ട് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് പൊട്ടി. അപ്പം ഞാൻ ബാൻഡേഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാൻഡേഡ് യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ സാനിറ്റൈസർ തേക്കാൻ പറ്റില്ല, നല്ല നീറിലടിക്കുക, ഉണങ്ങി നന്നായിട്ട്. പക്ഷെ എന്നാലും ആ ഒരു ബാൻഡേഡ് ഒട്ടിച്ചതിൻ്റെ പാടും ആ മുറിഞ്ഞതിൻ്റെ പൊട്ടിയ പാടും ഉണ്ട്. അതാണ് ഈ കാണുന്നത്, ഈ വിരലിൻ്റെ ഈ ഭാഗം. ഇവിടെ വരെ കവർ ചെയ്യുന്ന ചെരുപ്പായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ അതേ നമ്മൾ സാനിറ്റൈസർ തേച്ചു ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, അതൊന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിച്ചില്ലേ തമ്പനയിൽ, നമ്മുടെ സെറീന. കാൽപാദത്തിന് സംരക്ഷണത്തിന് ഈ ഒരു ക്രീം മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എടുക്കുന്നു. ഞാനിതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. മീൻസ് ഈ ഒരു ബോട്ടിൽ കേട്ടോ, ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കുറേ നാളായി, ഒരു 6-7 മാസം തന്നെയായി എന്ന് പറയാം. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നു 3ാമത്തെ ബോട്ടിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ ബാക്കി. നല്ലൊരു ക്രീമാണ്. ക്രീം കാണുമ്പോൾ തന്നെ ടെക്സ്ചർ കണ്ടോ, അതെ ഭയങ്കര പാല് പോലെ അങ്ങനത്തെ ഒരു ക്രീം, അത്രയ്ക്ക് പാലിൻ്റെ ഒരു കളറൊക്കെ നല്ലൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ അതെ കുറച്ചെടുത്താൽ മതി, ഇത്രയും ആവശ്യമുള്ളൂ കണ്ടോ. ഇതെടുത്താൽ ഒരു കാലിലേക്ക് ഇത് മതി കേട്ടോ. എന്നിട്ട് നമ്മളതേ ആ ക്രീം അങ്ങോട്ട് തേക്കുക, വിരലിൻ്റെ നമ്മുടെ ഉപ്പൂറ്റിയിലും എല്ലാം. ഞാൻ ഉപ്പൂറ്റിയൊക്കെ നല്ല നീറ്റായിട്ട് കഴുകി ഉരച്ച് ഡെയിലി ഞാൻ ഉരയ്ക്കാറുണ്ട് ഉപ്പൂറ്റി. അപ്പോൾ അതുകൊണ്ട് വേറെ അങ്ങനെ പാടുകളൊന്നുമില്ല. എന്നിട്ട് ഈ ക്രീം അങ്ങോട്ട് തേക്കുക. കാൽപാദം തേച്ചാൽ മതി. വിരലിൻ്റെ ഇടയിലും എല്ലാം തേച്ചു കൊടുത്തു. ഇപ്പോൾ ആ പൊട്ടിയ സ്ഥലമൊക്കെ ഉണങ്ങി, അതുകൊണ്ട് ഇപ്പോൾ തേക്കാം. 2 ദിവസം ഇവിടെ മുറിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ആ ചെരുപ്പായിട്ട് ഞാൻ എൻ്റെ കാല് യൂസ്ഡ് ആയിട്ടോ. അങ്ങനെയാണല്ലോ, പുതിയ ചെരുപ്പ് ഇടുമ്പോഴത്തേനും നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, പൊട്ടും. അത് കഴിയുമ്പോഴത്തേനും അതിനോട് യോജിക്കുമല്ലോ നമ്മുടെ കാല് ആ ഭാഗം. അപ്പോൾ ഞാൻ ബാൻഡേജൊക്കെ ഒട്ടിച്ചതിൻ്റെ പാടുണ്ട്. ഇപ്പോൾ സെറീനയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഓക്കെ കണ്ടോ. നന്നായിട്ട് ഉപ്പൂറ്റി ഭാഗത്തും വിരലിൻ്റെ ഇടയിലും എല്ലാം തേച്ചു. ഇതൊന്ന് നോക്കിയത് കണ്ടോ, നമുക്ക് തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് മിനുസ്, കാലിങ്ങനെ തെന്നിപ്പോവും. എന്നാൽ ഒരു എണ്ണമയം പോലത്തെ ഒരു ഫീലിങ്ങോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നല്ലൊരു ക്രീമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ച് നോക്കണം കേട്ടോ. കാരണം പിന്നെ നമ്മുടെ കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ടെൻഷനും പിന്നെ വേണ്ട. അത്രയ്ക്ക് അത് നമ്മൾ ശരി ആ ക്രീമിന് ഇട്ട് കൊടുത്താൽ മതി, അത്രയ്ക്ക് എഫക്റ്റാണ് ഈ ക്രീമിന്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു ക്രീമാണ്. ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസി, ആ പാലിൻ്റെ ഒരു കളറും പാലുകൊണ്ട് ഉണ്ടാക്കിയൊരു ക്രീം, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു ഭയങ്കര ഒരു എഫക്റ്റാണ് ഈ ക്രീമിന്. ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം. കാരണം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാലിങ്ങനെ നല്ലൊരു ഒട്ടും ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ, മോയ്സ്ചറായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നതൊക്കെ ഞാനൊരു നമ്മളൊരു സ്കിൻ ഡോക്ടറെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ക്രീമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഏത് സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല, കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. അത്രയും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ്. ഇവിടെ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ക്രീമാണ്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് സെറീന ആ ക്രീം തേച്ചിട്ട് 5 മിനിറ്റ് ഇങ്ങനെ കാലൊന്ന് വെച്ചേക്കണം കേട്ടോ. കാരണം നന്നായിട്ട് പിടിക്കണം, കാലിലേക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു സോക്സ് ഇടുക, മസ്റ്റാണ് സോക്സ് ഇട്ട് കിടക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്തോ നമ്മൾ ക്രീമൊക്കെ തേച്ച് ചെയ്യും, നമ്മുടെ പുതപ്പിലൊക്കെ പറ്റി അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫാൻ്റെ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേനും അതങ്ങോട്ട് കുറച്ചൊരു ക്രീമൊക്കെ ഒന്ന് പോകും. അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സോക്സ് ഇട്ടിട്ട് കിടക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നല്ലൊരു സോക്സ് ഇടുക. സോക്സ് ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ കാലുണ്ടല്ലോ, എന്താ പറയുക, പൂ പോലെ മൃദുലമായിരിക്കും. അത്രയ്ക്ക് എഫക്റ്റ് ആയിരിക്കും. റെഗുലറായിട്ട് യൂസ് ചെയ്യുക. 2-3 ആഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ കാല്. രാവിലെ മാത്രമല്ല, ഇപ്പോൾ സോക്സ് രാവിലെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മാത്രമല്ല കേട്ടോ, എപ്പോഴും ഒരു ദിവസത്തിൽ ഏത് സമയം നമ്മുടെ കാല് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതും പാടുകളൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാദം
തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട, ഈ ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രം, സെറീന. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. മസ്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. ഡെഫിനറ്റ്ലി എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഇതിൻ്റെ ആരാധകരായി മാറും. അത്രയും നല്ലൊരു ക്രീമാണ് കേട്ടോ അത് സെറീന. 480 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഒരു ക്രീം വാങ്ങിച്ചാൽ 2 മാസം സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 മാസത്തിൽ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറേശ്ശെ എടുത്താൽ മതി. ഇത്തിരി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതുണ്ട്, അപ്പോൾ എൻ്റെ കാല് തൊടുമ്പോൾ തന്നെ തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് തെന്നി പോവുക കഴിയും. എന്നാൽ എണ്ണമയം അല്ല കേട്ടോ, നമ്മൾ എണ്ണ തേച്ച് വെച്ചേക്കുന്ന പോലത്തെ ഫീലിങ്ങും അല്ല. ഡ്രൈ ആയും പെട്ടെന്ന് അതങ്ങോട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് അത് വലിച്ചെടുക്കും. പക്ഷേ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് അത്രയ്ക്ക് രസമാണത്. അപ്പോൾ ഇതാണ് ആ ക്രീം, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതണം കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത്. ഇപ്പോൾ അതിൻ്റെ സ്കിന്നിലേക്കൊക്കെ നന്നായിട്ട് അത് വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഒട്ടും ഒരു പാട് പോലും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് സ്കിൻ. അതേപോലെ തന്നെ ഇതുണ്ട്, എന്തൊരു സോഫ്റ്റാന്ന് അറിയുമ്പോൾ അതേപോലെ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കൊരു സോക്സ് ഇടാം. സുഖമായിട്ട് കിടന്നു തുടങ്ങാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കാലം കൂടി ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ കാല് പിന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഈ ക്രീം നോക്കിക്കോളും. നമ്മൾ ആകെ ചെയ്യേണ്ടത് നീറ്റായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി ഇളം ചൂടെടുത്ത് കഴിക്കുക, അത്രയും നല്ലത്. അതിനുശേഷം നല്ല ഉപ്പി നന്നായിട്ട് വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആക്കുക. ഒരിത്തിരി സാനിറ്റൈസറി മഴക്കാലമായിട്ട് മാത്രം ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ അതും വേണ്ട. ഈ ക്രീം അങ്ങോട്ട് തേക്കുക. 10 മിനിറ്റ് ക്രീം തേച്ചിട്ട് ഒന്ന് കാലൊന്ന് ഫ്രീ ആക്കി വിടണം കേട്ടോ. അതിനുശേഷം സോക്സ് ഇട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു കണ്ടിന്യൂസ്ലി ഒരു 1-2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പഞ്ഞി പോലെയാവും കാര്യം. ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഫക്റ്റ് അറിയാൻ സാധിക്കും. നല്ല സോഫ്റ്റ് ആവും. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ 2-3 ആഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എപ്പോൾ എടുത്താലും നമ്മളിപ്പോൾ വൈകുന്നേരം നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴാണെങ്കിൽ നമ്മുടെ കാല് നല്ല പഞ്ഞി പോലെ ഇരിക്കും. നല്ല എന്താ പറയുക, അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും റിസൾട്ട് അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.